ഹലോ ഫ്രണ്ട്സ്, റാഗി വെച്ചിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പി ഞാൻ കുറച്ച് എപ്പിസോഡുകൾ മുമ്പ് ചെയ്തിരുന്നു. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് റാഗി വെച്ചിട്ട് കുറച്ച് എരിവുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഡോ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റാഗിപ്പൊടിയാണ്, 1/2 കപ്പ് റാഗിപ്പൊടി. ഇനി ചേർക്കുന്നത് 1/2 കപ്പ് ഗോതമ്പ് പൊടി. റാഗി ഇല്ലാത്തവരാണെങ്കിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം വെള്ളം ചേർത്തിട്ട്. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഡോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ നേരം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ ഉരുളൻകിഴങ്ങാണ് പുഴുങ്ങി പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയില ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള ഒരെണ്ണം നന്നായി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക്, അതുപോലെ കുരുമുളക് പൊടി, വെളുത്തുള്ളി അരിഞ്ഞത്, ഇതൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾസ് വേറെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ്ങിലേക്കുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുഴച്ചെടുക്കുകയായിരിക്കും നല്ലത്. നമ്മൾ മാറ്റി വെച്ച ഡോ ഞാനിതുപോലെ ഒന്ന് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും നമുക്കൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം തിന്നാക്കിയിട്ട് പരത്തിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ പരത്തിയെടുത്തു. ഇനി ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ ഇതുപോലെ ഒരു റൗണ്ട് വെച്ചിട്ട് ചെറുതാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് റൗണ്ട് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല തിന്നാണ്, അധികം തിക്നെസ്സിലല്ല പരത്തിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാം ഞാനൊന്ന് പരത്തിയെടുക്കാൻ പോവാണ്. ഇപ്പോൾ തിക്നെസ് നിങ്ങൾക്ക് തീരുമാനിക്കുക. ഇതിപ്പോൾ റാഗി ആയതുകൊണ്ട് നമ്മൾ അധികം തിക്കാക്കിയാൽ ചിലപ്പോൾ അത് വേവില്ല. അപ്പോൾ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ തിന്നായിട്ട് പരത്തിയെടുക്കുന്നത്. ഇനി നമ്മളിതിൽ ഫില്ലിങ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിപ്പോവരുത്. അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് പരത്താൻ. ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇത്തിരി ചെറുതായതുകൊണ്ടാണ് ഇത്ര അധികം വന്നത്. വലുതാണെങ്കിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിതിനി ഓരോന്നിലും ഫില്ലിങ് വെച്ച് എടുക്കാം. ഓരോന്നും എടുക്കുക. ഇതിലേക്ക് കുറച്ച് ഫില്ലിങ് ചേർത്താൽ മതി. ഇതിൻ്റെ ചുറ്റും നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് വെള്ളം വെച്ചിട്ട് ഒട്ടിക്കാം. ഞാനിതുപോലെ ഒരു ബ്രഷ് വെള്ളം തടവി കൊടുക്കുന്നുണ്ട്. ഇത് അടച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷേപ്പിൽ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം വെച്ചുകൊണ്ട് പെട്ടെന്ന് ഒട്ടി വരും. ഇനി ഞാൻ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഫില്ലിങ് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തു. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല കട്ടിയുള്ള പാൻ എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കർ എടുക്കാം. അതങ്ങനെ അത് അടി പിടിക്കും. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ഓയിൽ, അതിൽ കൂടുതൽ വേണ്ട.
നമുക്കതൊന്ന് അടി പിടിക്കാതിരിക്കാനുള്ള ഒരു ഓയിൽ ചേർക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തത്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിട്ട് അപ്പം തന്നെ ഇളക്കരുത്. കുറച്ച് നേരം ആകുമ്പോൾ പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളതിലേക്ക് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ടൊന്ന് ആയി വരട്ടെ. തിരിച്ച് മറിച്ചു വിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. പാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ആ സൈഡൊന്ന് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ആക്കിയെടുക്കുക. ഇപ്പം എല്ലാം ഒരു ഇതായി വന്നിട്ടുണ്ട്. എല്ലാ സൈഡുകളും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് പാത്രത്തിൽ നിന്ന് മാറ്റുകയാണ്. ഇനി ബേക്ക് ചെയ്തെടുക്കേണ്ടവർക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. 180 ഡിഗ്രിയിൽ ഒരു 30 to 35 മിനിറ്റ്സ് എടുക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.